ഹലോ, വെൽക്കം ബാക്ക്. ഇത്രയധികം വെജിറ്റബിൾസ് എന്തിനാണെന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ. ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നോർത്തിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. കുറച്ച് പേർക്കെങ്കിലും ഐഡിയ കിട്ടിക്കാണും അല്ലേ? അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് പാവ് ബജിയാണ്. പാവ് പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ആ മസാല ഉണ്ടാക്കാനുള്ള പൗഡറാണ് ഇത്. ഇതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നല്ലാതെ വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. 90 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതുപോലത്തെ ഒരു മസാല പൗഡർ വാങ്ങിക്കുക. പിന്നെ വെജിറ്റബിൾസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ്, സവാള, പൊട്ടറ്റോ, പിന്നെ കുറച്ച് ബീട്രൂട്ടും കൂടി എടുത്തിട്ടുണ്ട്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മട്ടറും കൂടെ ഉപയോഗിക്കാം. ഞാൻ ഇപ്പോൾ മട്ടർ കയ്യിലില്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. ബീട്രൂട്ട് ഒഴികെ ബാക്കി എല്ലാ പച്ചക്കറികളും ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കുക്കർ സ്റ്റൗവിൽ വെക്കാം. ഈ കുക്കറിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്, ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ബട്ടർ ആയതുകൊണ്ട് തന്നെ തീ നന്നായി കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി സവാള ചേർക്കാം. ഞാനിതിപ്പോൾ 1 പോട്ട് കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. നോൺ വെജ് കഴിക്കാത്തവരൊക്കെ ഗസ്റ്റായി വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. പിന്നെ ഒരു വെറൈറ്റി ആണല്ലോ. സവാള ചെറുതായി ഒന്ന് വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത വെജിറ്റബിൾസിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പാവ് ബജി മസാല ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളെങ്കിൽ ഇത്രയൊന്നും മസാല എടുക്കേണ്ട, ഭയങ്കര ഒരു കുത്തൽ വരും. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഓരോ വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്നിച്ചെന്നെ ചേർത്ത് കൊടുക്കാം. കുക്കറിൽ 2-3 വിസിലായതിന് ശേഷം ഓഫ് ചെയ്താൽ മതി. കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിലാവുന്നത് വരെ വേവിക്കാം. പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ടൊരു മാഷർ ഉപയോഗിച്ചിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. നന്നായി മാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ബട്ടറും മല്ലിയിലയും ഇതിൻ്റെ മുകളിൽ ഒന്നിട്ട് കൊടുക്കാം. പാവ് ഭാജി മസാല റെഡി ആയിട്ടുണ്ട്. ഒരുവിധം എല്ലാ വെജിറ്റബിൾസും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. പാവിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.